പതിവ് പോലെ തന്നെ ഞാൻ രാവിലെ എണീറ്റ് ആടുകൾക്ക് പിണ്ണാക്കും തവിടും കാര്യങ്ങളെല്ലാം വെള്ളത്തിലിട്ട് കൂത്തി സെറ്റാക്കി വെച്ചു. അതിനുശേഷം ഒരു കട്ടനും കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. നമ്മളെ രാവിലെ തന്നെ കാണുമ്പോൾ ആടുകൾ നല്ല രീതിയിൽ ഒച്ചത്തിൽ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കും ചെറിയ ആട്ടുംകൂട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു ചെറിയൊരു മടി പോലെ തോന്നിട്ടോ. വേറൊന്നുമല്ല, രാവിലെ എണീറ്റ് വന്നപ്പോൾ തൊട്ട് തന്നെ നമ്മുടെ ഭാഗത്ത് നല്ല മഴയാണ് കേട്ടോ. അത്യാവശ്യം നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഒരാൾ നനയത്തക്ക രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ആടുകളും എല്ലാ പ്രാവശ്യവും നമ്മളെ കാണുമ്പോൾ നല്ല രീതിയിൽ അവർ കരയും, വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള ഒരു തിടുക്കം കാണിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ആ തിടുക്കം കാണിക്കുന്നില്ല കേട്ടോ. അവരും ഈ മഴയൊക്കെ പിടിച്ച് ചെറിയൊരു വിശ്രമത്തിലാണ്. നമ്മുടെ പുല്ലനും ഒരു എഴുന്നേറ്റിട്ട് പോലില്ല കേട്ടോ. നമ്മുടെ എല്ലാ ആടുകളും നല്ല വിശ്രമമാണ്. ഞാറുകുറക്കാരി ആവട്ടെ, അതുപോലെ തന്നെ ശൃംഗാരി ആവട്ടെ, നമ്മുടെ സുന്ദരി ആവട്ടെ, പാണ്ടിക്കുട്ടി ആവട്ടെ, എല്ലാവരും നല്ല വിശ്രമമാണ്. പിന്നെ ഈ ആടുകളെ വളർത്തണോ നമുക്കറിയാം, നമ്മൾ ഈ മഴയായാലും വെയിലായാലും ഇവരുടെ കാര്യം നോക്കാണ്ടിരിക്കാണ്ട് പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നേരെ ആടുകളുടെ കാര്യങ്ങൾ ഓരോന്നായി ചെയ്ത് തീർക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ മഴ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കണേ ഇവർക്കുള്ള തീറ്റ കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ. ഞങ്ങൾ എന്നും വൈകുന്നേരം തന്നെ നമ്മൾ രാവിലത്തേക്കുള്ള തീറ്റയും കാര്യങ്ങളെല്ലാം നമ്മൾ വെട്ടി സെറ്റാക്കി ഇടും കേട്ടോ. അതുകൊണ്ട് തീറ്റയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പകുതി ആശ്വാസമുണ്ട്. ഇതുപോലെ മഴ പെയ്താലും നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ കൊടുത്ത് കൂടൊക്കെ ക്ലീൻ ചെയ്ത് ഈ വെട്ടിയിട്ട തീറ്റ കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഞാറുകുറക്കാരിക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അവളിപ്പോൾ ഓൾറെഡി ചെന്നൈ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണത്തിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.